Hello guys, welcome back to our YouTube channel. We are back on Bus Simulator India. Bus Simulator India ആണ് എടുത്തേക്കുന്നത്. അത് ഈ മാപ്പ് മോഡാണ്, മോഡഡ് മാപ്പ്. നമുക്ക് ഞാൻ എപ്പോഴും അറിയാലേ ഏത് മാപ്പാണിത്. എല്ലാവർക്കും അറിയത് ഏത് മാപ്പാണെന്ന്. നമുക്കങ്ങ് പോവും. അവിടെ വോൾവോ ബസ്സും കൊണ്ടാണ്. ഇച്ചിരി ടഫായിരിക്കും ഈ റോഡിൽ കൂടെ. ഇതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മലയുടെ മണ്ടയ്ക്കൊക്കെയാ. താഴോട്ട് നോക്കിയാൽ കൊക്കയാ. കണ്ടോ, താഴോട്ട് പക്ഷെ നമ്മൾ ഹസ്ബൻഡ് ഡ്രൈവറായോണ്ട് ഇങ്ങനെ ചോർത്തേക്കും പറ്റത്തില്ല. എന്താ ചുമ്മാരുടെ ഫ്രണ്ടിൽ കയറുന്നു. എന്താണെന്ന് വെച്ചാൽ അമ്മമാര് ചിലപ്പോൾ സ്റ്റക്കാവും. നമുക്ക് പെയിൻ ഇൻ ദി ബട്ട്, പെയിൻ ഇൻ ദി ബട്ട്. അമ്മമാർ ഇത്ര സ്ലോ ആയി. ഞാനത്ര വോൾവോ ബസ് ഒന്നും കാര്യമില്ല. നമുക്ക് നമ്മളങ്ങ് കയറിപ്പോവും. We do not care. നമുക്ക് കേറല്ല ഏത് ബസ്സാണെന്ന്. നമ്മൾ ഇന്ത്യൻ പറന്നു. ഞാൻ നല്ല ഡ്രൈവ് ചെയ്യുവാണ്. എൻ്റെ ഷോർട്ട് കട്ട് എടുക്കണം. അപ്പോൾ ഇവന്മാരെ ഇതാണ് റൗണ്ടി റോഡ്. ഇങ്ങനെ നമ്മൾ പോവാ. എൻ്റെ അടുത്ത് ചെന്ന് എത്തി സ്ഥലത്ത്. എന്തെല്ലാരും ചോദിക്കുന്നത് ഇങ്ങനെ പോകാന്ന് വെച്ചാൽ ഞാൻ പൊടിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ പൊടിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മരം മാത്രമേ നോയിങ് ആയിട്ടുള്ളൂ. പിന്നെ ഇവന്മാരുടെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി ഞാൻ വല്ല ബെത്തിയ ബെസ്റ്റ് പോയി. അവന്മാർ ബ്രേക്ക് ഇല്ല വണ്ടി. ലൈൻഡർ കരിഞ്ഞു പോയി. ടയറുണ്ടോണ്ടെങ്കിൽ താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാവോ? അത് എന്തോ നീളോ താങ്കളൊന്ന് നോക്കിയോ? കേറ് വോൾവോ ബസ്സാ. കേറ് വോൾവോ. ചതിക്കല്ലേ വോൾവോ, ചതിക്കല്ലേ. ഞാനാണ് ചതിക്കല്ലേ. എല്ലാരും എനിക്കെന്താ ചതിക്കാതിരിക്കേ? പിന്നെ 6 ടയറുണ്ടോണ്ട് ഇച്ചിരി ചക്കായാലും ചക്കി റിക്കവർ ചെയ്യാം. 6 ടയറല്ലേ.
പ്രാവശ്യം ഏതാണ് ഞാൻ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഞാൻ താഴെ വീണിട്ടുണ്ട്. അടിയിടിക്കും. സൈഡ് ഇങ്ങനെ പിടിച്ച് പോകണം ബ്രോ. സൈഡ് ഇങ്ങനെ പിടിച്ച് വ്യൂവിലിട്ട് പോവാം. ഞാൻ സൈഡ് നല്ലപോലെ നോക്കുന്നു. സീന് അവസാനം ഞാൻ തിരിച്ചെടുക്കും. എക്സ്പെർട്ട് ഡ്രൈവറാണ്. എക്സ്പെർട്ട് ഡ്രൈവറാണ് എല്ലാവരോടും ഞാൻ കാണിച്ചില്ലേ. ആ ബെസ്റ്റ്. നമ്മൾ കുതിരപ്പുറത്ത് ചാടുന്ന പോലെ ഇങ്ങനെ ചാടാൻ പോവാം. അയ്യോ ഞാൻ പറഞ്ഞില്ല ഇവിടെ തിരക്ക് കൂടി. അയ്യോ ബ്രേക്കില്ല. ശിവന്മാരെ ഫ്രണ്ടിൽ കൊട്ടിക്കിട്ടാൽ പിന്നെ നമുക്ക് പ്രശ്നമാണ്. പിന്നെയാണ് തെള്ളിയിടുന്നത്. ഞാൻ തന്നെയാണ് തെള്ളിയിടുന്നത്. ഞാൻ തെള്ളിയിട്ടില്ല. അത് തന്നെ പോയത്. ബാക്ക് ടയർ എക്സ്റ്റീരിയർ വ്യൂ. ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഞാൻ ഈ ബസ് ഇങ്ങനെയാണോ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്? വേർത്തില്ല. ചത്തു. ഫ്രണ്ട് ബോഡി എങ്ങനെ ഇരിക്കും, പക്ഷെ ടയർ തന്നെ ഇരിക്കണം. ഞാൻ ബാക്ക് കണ്ടിട്ടൊന്ന് വേർത്തല്ല. ബാക്ക് അയ്യോ പോയോ. അതിന് മുമ്പേ ഞാൻ എടുക്കും. പോന്നതിന് മുമ്പ് എടുക്കണം. എൻ്റെ ലയൻഡർ കത്തി. ഞാൻ പോയത് ലയൻഡർ കത്തിപ്പോൾ എല്ലാം കത്തി. അടിയിടിച്ചു. എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പാടി. എൻ്റെ ലൈനർ കത്തിപ്പോയെന്ന് തോന്നുന്നു. അയ്യോ മാത്രമേ പോയി. ബാക്കി ഇതൊരു ടെക്നോളജി വെച്ച് ഞാൻ ഇങ്ങനെ ഈസിയാണെന്ന് പറഞ്ഞാൽ ഈസി. നല്ലപോലെ ഈസി. അയ്യോ ഇത് നമുക്ക് രണ്ടാമത് വരണം. രണ്ടാമത് വന്നിട്ട് ഒരു ചലഞ്ച് വെക്കാം. ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കുഴി പോയില്ല. അത് മാത്രമല്ല ഇന്റീരിയർ വ്യൂ വരെ ഇട്ട് ഓടിക്കണം. എക്സ്റ്റീരിയർ വ്യൂ ഒരിക്കലും ആക്കാൻ പറ്റത്തില്ല. അതൊരു ചലഞ്ചാണ്. അതൊരു ചലഞ്ചാണ്. ചേട്ടൻ കയറാം. ഓട്ടോക്കാരനെ തടഞ്ഞു. ആ ഫ്രണ്ടിലത്തെ ടയർ ഉണ്ടായിരുന്നു. അമ്മേ ഓട്ടോക്കാരനെ ഓൾമോസ്റ്റ് ഓട്ടോ തടഞ്ഞു.
കേറി ഓട്ടക്കാരൻ വെറുതെ വന്നിട്ട് വണ്ടി കിടക്കും ഇനിയോടെ ട്രാഫിക് നമുക്ക് വേറെ വഴിയില്ല കേറട്ടെ ആ ബെസ്റ്റ് ഓഫ് ലവ് ആരെങ്കിലും ഒന്ന് ഇടിക്കാവോ അത് മതി ചിലപ്പം കാണുക ഇനിയിപ്പം എൻ്റെ മണിയൊന്നും ഞാൻ ഇവിടെ ചെന്ന് ഞാൻ നിങ്ങളെ നിർത്തിയോ ഓൾവോടെ ബസ് നമ്മൾ ഇങ്ങനെ കയറിപ്പോ ഒരു പ്രശ്നമില്ലാതെ നമ്മൾ കയറിപ്പോ ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ ഇങ്ങനെ ചുറ്റത്തിക്കൂടെ ഇങ്ങനെ എടുത്തോണ്ട് ഞാൻ ഒരു ലെസൺ കണ്ടില്ല അമ്മേ ഞാൻ ഫ്രണ്ട് കണ്ടില്ലായിരുന്നു ആ നമ്മൾ ഓട്ടോക്കാരനെ അടിച്ചിട്ടില്ലേ അതിൻ്റെ തിരക്കാ ഈ സൈഡ് നമുക്ക് നോക്കണം നമ്മൾ ഓട്ടോക്കാരനെ അടിച്ചിട്ട് ഏതാണ് ഓട്ടോക്കാരനെ അടിച്ചിട്ടില്ല അവനവിടെ നല്ല സുഖമായിട്ടില്ല അവൻ എന്നെ വന്നിടിച്ചാണോ ഞാൻ അവനെ കമൻറ്റിലൊക്കെ ഇടണേ ഞാൻ അവനെ ചെന്നിടിച്ചാണോ അവൻ എന്നെ വന്നിടിച്ചാണോ ഞാൻ അവനെ പോയിടിച്ചു ഞാൻ അറിയാതെ ഷോ എടുക്കാൻ പോയതാ ഷോ ഇച്ചിരി വാളിപ്പോയെന്നൊന്നും ആരും കമൻറ്റിലിടല്ലേ ഞാൻ നല്ലപോലെയാണ് വണ്ടി എടുത്തത് ഞാൻ റിക്കവർ ചെയ്തില്ലേ കയറാൻ പാടെ ഫോണിനോട് 96 XLX എനിക്കെന്നറിയത്തില്ല XLX ആണെന്ന് തോന്നുന്നു 9600 ആണ് നമ്മുടെ പുഞ്ചിരി ബസ് പോലത്തെ ബസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ എപ്പോഴും പുഞ്ചിരി അത് ഞാൻ നോക്കട്ടെ മാക്സിമം നോക്കാം എടുക്കാൻ പറ്റും അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയെങ്കിൽ നമ്മൾ താഴെ പോയി വന്നേനെ എന്തോ പറയാനാണല്ലോ നമ്മൾ ഇപ്പം തന്നെ കുഴിപ്പോയി എൻ്റെ ഡ്രൈവിംഗ് അല്ലേ എല്ലാവർക്കും പേടിയാ അയ്യോ എൻ്റെ ഡ്രൈവിംഗ് ആയോണ്ട് എല്ലാവർക്കും പേടി എൻ്റെ ഡ്രൈവിംഗ് ആയോണ്ട് എല്ലാവർക്കും പേടി എൻ്റെ ഡ്രൈവിംഗ് അല്ലേ കൂടെ കയറിയാൻ നോക്കി ഈ പ്രാവശ്യം ബാക്കും കൂടെ തിരിയുമെന്ന് ഞാൻ ഇപ്പോഴോ അടുത്ത ഫ്രണ്ട് ഇരിയുമൊക്കെ ഉണ്ടോ അവസ്ഥ എൻ്റെ പണി എല്ലാം പാടും ഞാൻ ചെയ്യുന്ന എല്ലാം പാടും ഇതെങ്ങനെയാണ് എടോ ഞാൻ ഫ്രണ്ടിലോട്ട് തിരിക്കുമ്പോൾ ഇത്
ഉണ്ട്. ആ ചെറിയായിട്ടൊരു ലുക്ക്, വേറെ ഒരു ലുക്കും ഇല്ല. ആ ചെറിയായിട്ടൊരു ലുക്കുണ്ട്. ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഞാൻ ഇടിച്ചിട്ടുണ്ട്. എൻ്റെ ഗിയർ 12 ഗിയർ ഉള്ളതുകൊണ്ട് ഞാൻ ഗിയറിട്ട് ഓടിക്കാത്തില്ല. എന്താണെന്ന് വെച്ചാൽ 12 ഗിയർ ഉണ്ടോണ്ട്. അയ്യോ ഫ്രണ്ടിലത്തെ സൗണ്ടിനെ നോക്കിക്കൊണ്ട് എല്ലാവരും റേഞ്ച് ലൈറ്റ് യെല്ലോ ആണോ അതോ യെല്ലോ ആണേ ആ ഫോൺ എനിക്ക് ഞാൻ ഇത് പറ്റുമെന്ന് നോക്കട്ടെ. ആ ടയർ കണ്ട നിങ്ങൾ, ആ ടയർ അത്രയും നീളമുണ്ട്. അപ്പോൾ സസ്പെൻഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. പൈസ അങ്ങ് കൊടുത്തിട്ട് ഞാൻ ആരും ഒന്നും അറിഞ്ഞില്ല, കണ്ടില്ല. ഇതെന്തോ ചുരവാ ഇത്, മറ്റേ വയനാട് ചുരം പോലെ. അടുത്ത വീഡിയോ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ എത്രയും പൈസയേ ഉള്ളൂ. ഈ പൈസയും കൂടെ കഴിഞ്ഞ് ഞാൻ ബ്രോക്ക്. ഈ അടി ഇടിച്ചടിച്ച് എൻ്റെ ഹെൽത്ത് കണ്ടോ നിങ്ങൾ? അറിയാമല്ലോ ഞാൻ എന്തുകൊണ്ട് ഈ റിവ്യൂ ഇട്ടിട്ട് താഴെ പോയി താഴെ മാക്സിമം ഞാൻ നോക്കാം. ചിലപ്പോൾ 2 പ്രാവശ്യം, ഒരെണ്ണം കൂടെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ പോയാൽ ചലഞ്ച് ഓവർ. 2 പ്രാവശ്യത്തിൽ കൂടുതൽ പോയാൽ ചലഞ്ച് ഓവർ. പറയാം പതിനൊന്നാമത്തെ ഗിയറില്ല പോകും. ഞാനില്ല ഇങ്ങനെ പോയി ട്രാൻസ്മിഷൻ അടിച്ചു പോയെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങോട്ട് കയറ്റി അയ്യോ ഇങ്ങനെ കയറ്റി ഇങ്ങനെ മുന്നിലോട്ട് കയറ്റി പുറമോട്ടെടുത്ത് വൈപ്പറാക്കി വണ്ടി ഗിയറിലിട്ട് വണ്ടി ഓഫാക്കി ആളിറങ്ങിയിട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്
നമ്മൾ അങ്ങനെ ഇൻട്രോ നമ്മൾ എൻ്റെ ചെയ്യുവാണ് സ്ട്രീം. അടുത്ത അറിയാമല്ലോ ചലഞ്ച് എന്താണെന്ന്.